കർക്കിടകം അവസാനിക്കുകയാണ്. ഇപ്പോഴുള്ള മഴയൊക്കെ കർക്കിടകത്തിൻ്റെ അവസാനമായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയാൽ മതി. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മലയാളികളെല്ലാം ഓണത്തെ വരവേൽക്കാൻ കാത്തിരിക്കുന്നത്. പുനലൂരിനെ സംബന്ധിച്ചിടത്തോളം ഓണം യഥാർത്ഥത്തിൽ രാധാസിൻ്റെ ഓണമാണ് എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത്. അത് നമ്മുടെ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ്. നമ്മുടെ ജില്ലയിൽ നിന്ന് വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ ബോണസൊക്കെ വാങ്ങുമ്പോൾ എത്തിച്ചേരേണ്ട സ്ഥലമാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം, ഈ ഓണത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മുടെ പുനലൂരിൻ്റെ അഭിമാനമായ തൂക്കുപാലത്തെ പുനർനിർമ്മിച്ചുകൊണ്ടാണ് രാധാസ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു ഓണം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ ഓണസെയിൽ നമ്മൾ ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ. കഴിഞ്ഞ 26 വർഷമായിട്ട് രാധാസ് നമ്മുടെ പുനലൂരുണ്ട്. അതിൽ 25 വർഷവും ഞങ്ങളുടെ പഴയ ഒരു ഷോറൂമിലാണ് ചെയ്തുകൊണ്ടിരുന്ന ഓണം. ഇക്കുറി നമ്മുടെ ഓണം പുതിയ ഷോറൂമിലാണ്. ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് 25 വർഷവും ഉണ്ടായിരുന്നത്. കാരണം ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് ഓർമ്മകളും ഒരുപാട് പാഠങ്ങളും പഠിച്ചുകൊണ്ടാണ് ആ കടയിൽ നിന്ന് ഈ പുതിയ സ്റ്റോറ് നമ്മളിലേക്ക് വന്നത്. അതിൽ ഏറ്റവും വലിയ പറയാനുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു അച്ഛനിൽ നിന്നും മകനിലേക്കുള്ളൊരു യാത്രയാണത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് പറയേണ്ടത്. അച്ഛൻ ഏൽപ്പിച്ചു പോയ ആ കട അത്രയും മനോഹരമായി അദ്ദേഹം കാത്തു സൂക്ഷിച്ചു. വരും തലമുറക്ക് വേണ്ടി കൂടി ഇത് ഒരു പുനർജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പുതിയൊരു സ്റ്റോറും കൂടി നമ്മൾ പറഞ്ഞത്. ഈ ഒരു ഓണം വളരെ ഗംഭീരമായി നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കളക്ഷൻസിലായാലും പാർക്കിങ്ങിലായാലും എല്ലാ ഫെസിലിറ്റിയും എല്ലാവർക്കും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. നമ്മൾ ഓരോ പ്രാവശ്യവും ഓരോ സർപ്രൈസ്, ഒരു വിസ്മയം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഓരോ ഇവൻറ്റും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇക്കുറി ഓണത്തിന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഞങ്ങൾ ഒരുപാട് മീറ്റിങ്ങൊന്നും കൂടിയിട്ടില്ല. പക്ഷേ ചെറിയ ചെറിയ ആശയങ്ങളിൽ നിന്നും ഉത്ഭവിച്ചതാണ് നമ്മുടെ ഈ പുനലൂർ പാലം. ചരിത്രം ഒരുപാട് ഉറങ്ങിക്കിടക്കുന്നതാണല്ലോ കേരളം. അതിലൊരു ഭാഗമാണല്ലോ പുനലൂർ. അപ്പോൾ ഒക്കെ നോക്കിയാലും പുനലൂരിൻ്റെ ആ ഒരു ബ്രിഡ്ജ് അത് നമുക്കിവിടെ ചെയ്യണമെന്നൊരു ആഗ്രഹം നമ്മളിങ്ങനെ മനസ്സിൽ വന്നു. അപ്പോൾ അതിൻ്റെ ആശയം തന്നെ തന്നത് ഞങ്ങളുടെ തന്നെ സ്വന്തം വെൽവിഷറായ മിസ്റ്റർ അനീഷ്, കൗഡല്യ ഫ്രെയിംസ്. ഞങ്ങളുടെ ആഡ് ഫിലിമൊക്കെ ചെയ്തത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റും ഇരിക്കുന്നത്. കാരണം അദ്ദേഹം വളരെ ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതിൻ്റെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു, മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ വളരെ ഭംഗിയായിട്ട് അത് നിർവഹിക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു മിനിയേച്ചർ നമുക്കിവിടെ ഫ്രണ്ടിൽ കൊണ്ടുവരാൻ സാധിച്ചു. അല്ല, അനീഷിനോട് തീരാത്ത കടപ്പാടും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. താങ്ക് യു.